Hello SSLC മക്കളെ, സാർ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. SSLC ഇംഗ്ലീഷിൽ എന്തൊക്കെ പഠിക്കണം, സെക്കൻഡ് ടേം എക്സാമിൽ ഞാൻ ഇംഗ്ലീഷ് എക്സാമിൽ എന്തൊക്കെ പഠിക്കണം, എപ്പോൾ പഠിച്ചു തുടങ്ങണം എന്നുള്ള എല്ലാവർക്കും കൺഫ്യൂഷനാണ്. അപ്പോൾ ഇംഗ്ലീഷാണ് ഏറ്റവും സിമ്പിളായിട്ട് ആർക്കും A+ മേടിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ്. ഓക്കെ, മാത്സ് ചിലവർക്ക് ടഫ് ആയിരിക്കും, സോഷ്യൽ ചിലവർക്ക് ബോറിംഗ് ആയിരിക്കും, ബാക്കിയുള്ളതിനൊക്കെ കുറേ പഠിക്കണം. ഇംഗ്ലീഷ് നിങ്ങൾ വേണമെങ്കിൽ ഒരു വൈകുന്നേരം മാത്രം പഠിച്ചിട്ട് A+ മേടിക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. വെറുതെ A+ വേസ്റ്റ് ആക്കണോ? പേരൻസിനെ ഇംപ്രസ് ചെയ്യാം, ഫ്രണ്ട്സിനെ ഇംപ്രസ് ചെയ്യാം, നമുക്കൊരു കോൺഫിഡൻസും കിട്ടും. നമുക്ക് A+ മറക്കാൻ പറ്റൂല ഇംഗ്ലീഷിന്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ഡെഫിനറ്റ്ലി ഫുൾ A+ കിട്ടും ഇംഗ്ലീഷിന് ഉറപ്പായിട്ട്. ഓക്കെ മക്കളെ, മറക്കരുത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾ ഇംഗ്ലീഷിനും എല്ലാ സബ്ജക്ട്സിനും A+ വേണമെങ്കിൽ അൾട്ടിമേറ്റ് സ്റ്റഡി പ്ലാൻ Sunday 7:30. നിങ്ങൾ ചിലപ്പോൾ ഇതിന് മുമ്പായിരിക്കും കാണുന്നത്, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും. എന്താണ് എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് 10th December Sunday 7:30 വേണം അൾട്ടിമേറ്റ് സ്റ്റഡി പ്ലാൻ. ഓക്കെ, ലൈവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മക്കളെ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വെരി ഹാപ്പി ന്യൂസ്, നിങ്ങളെല്ലാവരും കാരണം, നിങ്ങളുടെ എല്ലാവരും പവർ കാരണം നമ്മൾ 1 million സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗോൾഡൻ പ്ലേ ബട്ടണിനെ വെയിറ്റ് ചെയ്യുന്നുള്ളൂ. എല്ലാവരും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം യൂസ്ഫുൾ ആക്കുക ഈ ചാനൽ. ഈ സബ്സ്ക്രൈബർ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ, നമ്മൾ മാക്സിമം ഫ്രണ്ട്സിനെ കൊണ്ടുവന്ന് അവർക്കൊക്കെ മാർക്ക് മേടിക്കാം. ഒരു 10 ലക്ഷം വരെ നമുക്ക് 10 കോടി മാർക്ക് കൂട്ടിക്കണം എല്ലാവരുടെയും. അപ്പം മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ അപ്പുറമുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. ഇപ്പോഴും അഡ്മിഷൻ ഓപ്പൺ 2999 ആണ് മക്കളെ. ജോയിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കാം, വാട്സാപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാം പേപ്പർ ഞാൻ കുത്തിയിരുന്ന് നോക്കി. അപ്പോൾ നോക്കുമ്പോണ്ട് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ. നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട്, സോറി ഗ്രാമർ പഠിക്കണോ, റീഡിംഗ് കോമ്പിനേഷൻ പഠിക്കണോ, ചാപ്റ്റർ പഠിച്ചുകൊണ്ട് ശരിക്കും കാര്യമുണ്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ശരി, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് ഒരു 2 മിനിറ്റിൽ ഇത് കവർ ചെയ്താലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഏകദേശം 90% ഇതേ പാറ്റേണിൽ തന്നെ ഈ വർഷം വരാം. 1-2 ക്വസ്റ്റ്യൻ ഇങ്ങോട്ടൊക്കെ മാറും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്ന സാധനം കുത്തി എഴുതുക. ഓക്കെ, അപ്പോൾ നോക്കുക, ഫസ്റ്റ് തന്നെ റീഡ് ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻസ്. നോൺ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ 6 മാർക്കിനുള്ള ചോദ്യത്തിൽ 5 മാർക്ക് നിങ്ങൾക്ക് അറിയുന്ന ഒരു ചാപ്റ്റർ. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന ഒരു ചാപ്റ്റർ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയി എവർ മെയ്ഡ് ആയിരിക്കാം. അതിൽ 2 പാരഗ്രാഫ് വരും. നിങ്ങളോട് വായിക്കാൻ പറയും, എന്നിട്ട് ചോദിക്കും ഹൂ ഡിഡ് ദാറ്റ്, ഹൂ ഡിഡ് ദിസ്, ഇയാൾ എന്താണ് പറഞ്ഞത്, ആരും എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്. ഈ നോൺ പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ചാപ്റ്ററിനെ പറ്റി കുറേ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് അറിഞ്ഞാൽ മതി. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരം, ഓക്കെ, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം ആ 2 പാരഗ്രാഫിൽ തന്നെ ഉണ്ടാവും 99%. അപ്പോൾ നിങ്ങൾ ചാപ്റ്റർ ലൈൻ ബൈ ലൈൻ പഠിക്കണോ? വേണ്ട, ചാപ്റ്റർ ബേസിക് ഐഡിയ ഉണ്ടാവണം, എന്താ സംഭവിക്കുന്നത്, എന്താ സംഭവിക്കാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 5 മാർക്കിൽ അവിടെ നോൺ പാരഗ്രാഫ് എല്ലാവരും എഴുതുന്നു. വളരെ സിമ്പിളാണ്, പാരഗ്രാഫ് വായിക്കുക, ആൻസർ അവിടെ നിന്ന് എഴുതുക. ഒരു ക്വസ്റ്റ്യൻ ഗ്രാമർ റിലേറ്റഡ് ആയിരിക്കും കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ അവിടെ നൈസായിട്ട് നൗൺ ഫ്രേസോ വേർബ് ഫ്രേസോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതും എഴുതണം. അത് സിമ്പിൾ ചോദ്യമായിരിക്കും. ഈ ചാപ്റ്റർ ഈ പാരഗ്രാഫ് എന്നുള്ള നൗൺ ഫ്രേസ് എടുത്ത് എഴുതാൻ പറയും, അല്ലെങ്കിൽ ഇതാണോ നൗൺ ഫ്രേസ് എന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എഴുതണം. ഓക്കെ, റീഡിംഗ് കോംപ്രിഹെൻഷൻ. പോയം അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ പോയത്തിനെ പറ്റി നിങ്ങൾ നല്ല കാര്യങ്ങൾ എഴുതണം, അപ്രീഷിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഫസ്റ്റ് കാര്യം എന്താ, നോൺ പോയം തരുള്ളൂ, നിങ്ങൾക്ക് അറിയുന്ന പോയം തരുള്ളൂ. ഇവിടെ നോക്കിയാൽ മകൾ 7 to 10 അങ്ങനെ പറയുമ്പോൾ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ 4 മാർക്ക് അറിയുന്ന പോയം ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പോയമിൽ ലൈൻ ബൈ ലൈൻ അറിഞ്ഞിരിക്കണം. ഇവിടെ ഉപയോഗിച്ച മെറ്റഫർ ചോദിക്കും, സിമിലി ചോദിക്കും, ഇമേജറി ചോദിക്കും, പിന്നെ എന്താണ് ഈ ലൈൻസിൻ്റെ മീനിങ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ അറിയണം, അറിയുന്ന പോയം മതി. അതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോയം അപ്രീസിയേഷൻ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. നോക്കിയേ, 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് കാര്യം, പോയത്തിൻ്റെ പേര്, ആരാ എഴുതിയത്, പോയത്തിൻ്റെ പേര് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. പിന്നെ നിങ്ങൾക്ക് ലൈൻസ് എന്താണെന്ന് തരും, ചിലപ്പോൾ ലൈൻസ് തരും. അങ്ങനെയാണ് സുന്ദരമായി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതിൻ്റെ വിഷ്വൽ ഇമേജറി, കാണാൻ പറ്റുന്ന ഭംഗിനെ പറ്റി എഴുതണം, കേൾക്കാൻ പറ്റുന്ന ഭംഗിനെ പറ്റി, അതൊക്കെ ഇമേജറിയിൽ വരും. പിന്നെ മെറ്റഫർ, പെർസോണിഫിക്കേഷൻ, മരത്തിനെ ആളുകളായിട്ട് കൂട്ടിയോ അല്ലെങ്കിൽ പക്ഷികൾ, ജീവനില്ലാത്ത സാധനത്തിന് ജീവനുള്ള പോലെ കാണുന്ന പെർസോണിഫിക്കേഷൻ മിക്കയിടത്തും ഉണ്ടാവും. അലിട്രേഷൻ ഉണ്ടാവും. ഓക്കെ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ തീം എഴുതുക. എന്താണ് തീം? ലൈൻ സെർട്ടിന് നേർഡി സ്പ്രിംഗ് ആണെങ്കിൽ ബ്യൂട്ടി, നേച്ചറിൻ്റെ ബ്യൂട്ടി, മാൻ അതിന് ഡിസ്ട്രോയിൻ എന്ന് പറയുന്നു. വേറെ പോയിട്രീൻ്റെ ആണ്, വേറെ ഓരോ തീം ഉണ്ടാവും. അത് എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞു, 5 മാർക്ക് കിട്ടി. പിന്നെ റീഡിംഗ് കോമ്പിനേഷൻ, പുതിയൊരു പാസേജ്, അൺനോൺ പാസേജ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നോൺ പാസേജ് ആയിരിക്കും, ചിലപ്പോൾ അൺനോൺ. ഇത് സിമ്പിൾ ഒരു പാസേജ് ആയിരിക്കും. 5 ചോദ്യം ചോദിക്കും, ബ്ലാ ബ്ലീ ബ്ലൂ ബ്ലീ ബ്ലൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. മര്യാദയ്ക്കൊന്ന് വായിച്ചാൽ മതി, മെല്ലെ വായിക്കുക. ഓക്കെ, പിന്നെ വരുന്നത് ഈ ഭാഗങ്ങൾ മൊത്തം ഡിസ്കോഴ്സ് റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും മാർക്കിന് കഴിഞ്ഞു. റീഡിംഗ് കോംപ്രിഹെൻഷനിൽ വരും, പോയമും ചാപ്റ്ററൊക്കെ. ഓക്കെ, ഡിസ്കോഴ്സ് റൈറ്റിങ്ങിലാണ് നമുക്ക് ഇത്രയും മാർക്ക് വരിക. മക്കൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ മതി, 2 ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ശ്രദ്ധിക്കുക, ഡിസ്കോഴ്സസിൽ റൈറ്റിങ്ങിൽ റൈറ്റപ്പ് നരേഷൻ പോലെ സാധനങ്ങൾ, ഇത് റൈറ്റപ്പ് നരേഷൻ മാത്രമല്ല, അതുപോലത്തെ സാധനങ്ങൾ 7 മാർക്കിന് വരും. അത് ചാപ്റ്റർ അറിഞ്ഞിരിക്കണം. ചാപ്റ്ററാണ് ഈ ചാപ്റ്ററിലെ നരേഷൻ, ഈ ചാപ്റ്റർ ബന്ധമുള്ള ഒരു റൈറ്റപ്പ് ഒക്കെ ആയിരിക്കും ചോദിക്കുക. 7 മാർക്കിന് ചോദിക്കും. ഓക്കെ, അപ്പോൾ റൈറ്റപ്പ് നരേഷനൊക്കെ 7 മാർക്കിന് ചോദിക്കും. എക്സെട്ര എന്ന് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷമുള്ള ഓപ്ഷൻ റൈറ്റപ്പ് നരേഷനും ആയിരുന്നു. ഓക്കെ,
ഇനി 2 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, 3 ഓപ്ഷൻ ഉണ്ടാവും. അതേതാണ്? ഡയറി, നോട്ടീസ്, ഇൻഫോർമൽ ലെറ്റേഴ്സ് ഒക്കെ. ഓക്കെ, അതും ചാപ്റ്റർ എന്നാണ്. ചാപ്റ്റർ അറിയാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാർത്ത എഴുതിയ ഒരു ലെറ്ററിനെ പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇയാൾ എഴുതിയ ലെറ്ററിനെ പറ്റിയിട്ടായിരിക്കും, അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് 2 ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ 10 മാർക്ക് കിട്ടും. സിമ്പിൾ റൈറ്റിംഗ്. പിന്നെ ഇതാ 5 ക്വസ്റ്റ്യൻ തരും, 3 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, അതും റൈറ്റിങ്ങിലാണ് വരിക. പാരഗ്രാഫ്, ക്യാരക്ടർ സ്കെച്ച്, ക്വസ്റ്റ്യനെയർ, ന്യൂസ് റിപ്പോർട്ട്, ഇതൊക്കെ ചാപ്റ്റർ എന്നാണ് വരിക. ഓക്കെ, ഇതൊക്കെ ഈ ടൈപ്പ് റൈറ്റിംഗ് കുറേ സാധനങ്ങൾ റൈറ്റിങ്ങിലുണ്ട്, അതിൽ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രൊഫൈൽ റൈറ്റിംഗ് നിങ്ങൾ ചാപ്റ്റർ അറിയേണ്ട കുറേ ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ പ്രൊഫൈലിനുള്ള സാധനങ്ങൾ തരും, അതൊരു ഫോർമാറ്റ് ഉണ്ട്, അത് എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്കിന് 6 മാർക്കിനാണ് കേട്ടോ. 3 ചോദ്യം 6 മാർക്ക്, സോ 18 മാർക്സ്. അങ്ങനെ നിങ്ങൾ റൈറ്റിംഗ് കഴിഞ്ഞു. റൈറ്റിംഗ് ഇത്രയും മാർക്കാണ് കിട്ടുക. ഡിസ്കോഴ്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഇത് ചിലപ്പം ക്വസ്റ്റ്യനൊക്കെ മാറും കേട്ടോ. ഇതൊരു ന്യൂസ് ഹെഡ്ലൈൻ, 5 ലൈനിൽ ഇങ്ങനെ ന്യൂസ് ഹെഡ്ലൈൻ തന്നു, നിങ്ങൾക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പറ്റും. വളരെ സിമ്പിൾ, ഒരു ബുദ്ധിമുട്ടുമില്ല, അതിന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വരുന്നതാണ് ഗ്രാമർ. ഇവിടെ ഒന്നും ഓപ്ഷൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് കേട്ടോ. റൈറ്റിങ്ങിൽ മാത്രമേ ഓപ്ഷൻ തരുള്ളൂ, ഇതല്ലെങ്കിൽ ഇത് എഴുതാന്നുള്ളത്. ഓക്കെ, ഗ്രാമറിൽ റിപ്പോർട്ടഡ് സ്പീച്ച് 2 മാർക്കിന് 2 ലൈൻ ചോദ്യം. എഡിറ്റ് ദ പാസേജ് ഒരു 4 കറക്ഷൻസ് വരുത്താനുണ്ടാവും. ഫ്രേസൽ വെർബ് ഒരു 5 എണ്ണം ഉണ്ടാവും. ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 4 സിമ്പിൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഇസ്, ഇന്ന്, അറ്റ്, ദി, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതിന് ചിലപ്പോൾ സബ്ജക്ട് വെർബ് അഗ്രിമെൻ്റ് അറിയണം, അല്ലെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. പിന്നെ കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ ടാഗ് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ വലുതായിട്ട് വരും, 5 മാർക്കിനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ. ഇത് മനസ്സിലായെങ്കിൽ എല്ലാവരും ലൈക്ക് ബട്ടൺ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനി എന്താണ് ശരിക്കും സർ ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറല്ലേ, മൊത്തം എന്തൊക്കെ പഠിക്കാനുണ്ടെന്നുള്ള കാര്യം പറഞ്ഞുതരാം. നമുക്ക് ആദ്യത്തെ 4ാമത്തെ യൂണിറ്റ് വരെ പ്രതീക്ഷിക്കുന്ന പഠിക്കണം. ഓക്കെ, 1, 2 ആണ് ശരിക്കും പറഞ്ഞാൽ ഓണം എക്സാം, ബാക്കി 2ഉം കൂടി നിങ്ങൾ പഠിക്കണം. ആൻഡ് യൂണിറ്റ് 3ഉം 4ഉം ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഓണം എക്സാമിലെ ചാപ്റ്റർ നമ്മൾ 1, 2 പഠിച്ചു, അതിൽ നിന്ന് ചോദ്യം വരാം, ചോദ്യം വരൂല എന്നല്ല. ഇവിടുന്ന് കുറേ ചോദ്യം ടേം 1ൽ വന്നുകൊണ്ട് നമുക്ക് ടേം 2ന്ന് 3ഉം 4ഉം ആണ് കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റുക. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ മാർത്തേൻ്റെ ചാപ്റ്റർ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നെവറിനെസ് അത്രയും ചോദിച്ചില്ലെങ്കിലും മാർത്തേൻ്റെ ചാപ്റ്റർ സ്കോളർഷിപ്പ് ജാക്കറ്റ് കുറേ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, പോയിട്രി കുറച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയി പറഞ്ഞാൽ ഇല്ലാത്തൊരു ചോദ്യമില്ല, അത് റൈറ്റിങ്ങിൽ വരാം, ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ വരാം, കുറേ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ട ഓർമ്മയിൽ നിന്ന് പറയാം കേട്ടോ. പോയം ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ സിമ്പിളാണ്, അതും പഠിക്കണം. ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറിയും ചോദ്യം വരും, അതിൽ നിന്ന് നെറേറ്റീവ് റൈറ്റിംഗ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 3ഉം 4ഉം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതൊന്ന് വെറുതെ വായിച്ചു പോയാൽ മതി, നമുക്ക് സമ്മറൈസ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഈ ഗ്രാമറിൽ വന്ന എല്ലാം ചോദ്യം നമ്മൾ സാറ്റർഡേ 7:30 എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ലൈവ് പോയി കാണാം. ഓക്കെ, ആ ലൈവിൽ നമ്മൾ നിങ്ങളുടെ കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ ടാഗ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ഫ്രേസൽ വെർബ്, നൗൺ ഫ്രേസ്, എല്ലാ സാധനവും എഡിറ്റിംഗ് ഒക്കെ അലക്സാർ ഞാനും പഠിപ്പിച്ചിട്ടുണ്ട്. അത് പോയി കാണാൻ 7:30 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ മൊത്തം ഒരു ലൈവിൽ. ഓക്കെ, അതിന് തലേ ദിവസത്തേക്ക് വെക്കണ്ട, ഇപ്പോൾ തന്നെ പഠിച്ചു തരണം. തലേ ദിവസം നമ്മൾ എല്ലാം കൂടി പെട്ടെന്നായിരിക്കും ചെയ്യാം. പിന്നെ മക്കളെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവില്ല, പക്ഷേ ഇതൊക്കെ ഇത്രയും സാധനങ്ങൾ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എവർമേഡ്, ഫാദർ ഓഫ് ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ, പിന്നെ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി, പിന്നെ ഈ ബേസിക് ഗ്രാമർ, കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ ടാഗ്, ഫ്രേസൽ വെർബ്, പോയിട്രി എന്നുള്ള പോയം, പിന്നെ നൗൺ ഫ്രേസ്, സ്പീച്ച്, ഗ്രാമർ, ഇഫ് ക്ലോസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, എഡിറ്റിംഗ് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും പേടിക്കേണ്ട, എക്സാമിന് തലേന്നുള്ള മാരത്തോണിൽ നമ്മളെല്ലാം കവർ ചെയ്യും അതിഭീകരമായിട്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞത് ഒറ്റൊരു ലൈവ് നിങ്ങൾക്ക് മൊത്തം സാധനം പഠിക്കാം. നിങ്ങൾ വൈകുന്നേരം ലൈവിന് വരണം. പിന്നെ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം പറയാം. ഡിസ്കോഴ്സസ് റൈറ്റിങ്ങിൽ പ്രൊഫൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നരേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റൈറ്റപ്പും ഉണ്ടാവുക. റൈറ്റപ്പ് ഇതൊക്കെ നല്ല മാർക്കിൽ എന്താണ് ഒരു 7 മാർക്ക്, 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് വരും. കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ ടാഗ് 5 മാർക്കിൽ വരും. സ്പീച്ച് 5 മാർക്കിൻ്റെ സാധനമാണ്. അപ്രീസിയേഷൻ ഓഫ് പോയം 5 മാർക്ക്. നരേഷൻ ഞാൻ പറഞ്ഞു. നോട്ടീസ് 5 or 6 മാർക്കിന് വരാം. ലെറ്റർ ഇൻഫോർമൽ വരാം, ഫോർമൽ വരാം. വളരെ സിമ്പിളാണ്. ഓക്കെ, നിങ്ങൾക്ക് ജോബ് ആപ്ലിക്കേഷൻ വരാറില്ല പൊതുവേ. ഡയറി സിമ്പിൾ സാധനമാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. അതിനൊക്കെ ഈ ഡയറി ലെറ്ററിനൊക്കെ നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം? ക്യാരക്ടർ സ്കെച്ച് എവിടെ പോയി? ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാ. ഇതിനെന്തറിഞ്ഞിരിക്കണം നിങ്ങൾ? റൈറ്റപ്പിനും ഇതിനൊക്കെ ചാപ്റ്റർ അറിഞ്ഞിരിക്കണം. ചാപ്റ്ററിന് ഡയറക്റ്റ് അല്ല ചോദിക്കുക. നിങ്ങൾ മാർത്തിയായിരുന്നെങ്കിൽ ഫ്രണ്ടിന് എഴുതുന്ന കത്ത് എങ്ങനെയായിരിക്കും, നിങ്ങൾ ഇയാളാണെങ്കിൽ ഡോക്ടർ ക്രോണിൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്തായിരിക്കും എഴുതുക എന്നൊക്കെ ആയിരിക്കും ഡയറിയിൽ വരിക. പിന്നെ റൈറ്റിംഗ് എന്താണ്, ന്യൂസ് റിപ്പോർട്ട്, സാധാ റിപ്പോർട്ട്, പിന്നെ ഡിബേറ്റ് ഒന്നും പഠിക്കാനില്ല. നിങ്ങളോടൊരു ടോപ്പിക് തരും. ഓൺലൈൻ എഡ്യൂക്കേഷൻ നല്ലതാണ്, മോശം. നിങ്ങൾക്ക് പറയാൻ നല്ലതാണെങ്കിൽ 4 പോയിന്റ്സ് പറയാം, മോശമാണെങ്കിൽ 4 പോയിന്റ്സ്. ചിലപ്പോൾ മിക്സ് ആയിട്ട് ചോദിക്കും, നല്ലത് 2ഉം മോശം 2ഉം പറയാം. എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എതിരായിട്ട് പറയണം, തന്ന ഹെഡിങ്ങിന് എതിരായിട്ട്. ഫോർ എന്ന് പറഞ്ഞാൽ അതിനോട് അനുകൂലമായിട്ട്, നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയണം. ഓക്കെ,
നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. ബേസിക് കോമൺ സെൻസ് മതി, നിങ്ങൾക്കത് മതി. ഡിസ്കോഴ്സസ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഗ്രാമറിൽ ശരിക്കും പറഞ്ഞാൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങളുണ്ട്. അത് അലക്സ് സാർ ഒരു 52 മിനിറ്റ് വീഡിയോയിൽ ഫുൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോരാതെ നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേന്ന് മാരത്തോണിൽ പഠിപ്പിച്ചു തരും. പിന്നെ നൗൺ ഫ്രേസ്, വേർബ് ഫ്രേസ്, വേർഡ് പിരമിഡ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളുടെ പരിപാടി. നിങ്ങൾക്കൊരു വേർഡ് പിരമിഡ്, നെസ്റ്റ്, അടുത്തത് ദ നെസ്റ്റ്, അടുത്തെന്താണ് ദ നെസ്റ്റ് ഇൻ ദ ട്രീ, എന്തെങ്കിലുമൊക്കെ പോട്ടത്തിൽ എഴുതി വെക്കുക, ദ നെസ്റ്റ് ഇൻ ദ ട്രീ. ഓക്കെ, പിന്നെ എന്താണ് ദ നെസ്റ്റ് ഇൻ ദ നെസ്റ്റ് ഇൻ ദ ട്രീ ഹാസ് എഗ്സ്, അത്രയും മതി. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് തരാണ്, നിങ്ങൾ എന്ത് എഴുതും, ദ ബുക്ക്. ഓക്കെ, അടുത്തെന്താണ് ദ ബുക്ക് ഇൻ ദ ഷെൽഫ്, ദ ബുക്ക് ഇൻ ദ ഷെൽഫ് എന്ന് പറയാം, ദ ബുക്ക് ഇൻ ദ ഷെൽഫ് അറ്റ് മൈ ഹൗസ്, കഴിഞ്ഞു. ഓക്കെ, പ്രപ്പോസിഷൻസ്, ഫ്രേസൽ വേർബ്സ്, നൗൺ ഫ്രേസ്, വേർബ് ഫ്രേസ്, പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ചും ക്വസ്റ്റ്യൻ ടാഗും. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ് കോൺവെർസേഷനിൽ വരുന്ന സാധനം. ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടും. ടേം 2 ഇംഗ്ലീഷിന് മാത്രമല്ല, ഫൈനൽ എക്സാമിന്. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചോ, വളരെ സിമ്പിളാണ്. അലൻ സാറിൻ്റെ അലക്സ് സാറിൻ്റെ ക്ലാസ്സിന് എന്താണെങ്കിലും വരണം. അതിൽ ഓൾറെഡി കുറേ ക്ലാസ്സസ് കഴിഞ്ഞു. ഇനി കൂടുതൽ കണ്ടന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അവിടെ എല്ലാത്തിനും സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്. ആപ്പിൽ അടിപൊളിയായിട്ട് പഠിക്കാം. ഇംഗ്ലീഷ് മാത്രമല്ല, എല്ലാ സബ്ജക്ട്സും ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ് ആൻഡ് ഫുൾ സ്റ്റഡി മെറ്റീരിയൽ ബുക്കായിട്ട് കിട്ടും. ഇതുപോരാതെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പൈസയും കൂടി കൊടുക്കാണ്ട് നിങ്ങൾക്ക് റിവിഷൻ ബാച്ചും അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്തോ. റിവിഷൻ ബാച്ചാണ് മക്കളെ കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ഫുൾ A+ മേടിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ SSLC ഇംഗ്ലീഷ് എക്സാമിന് എന്ത് പഠിക്കണം എന്ന് പഠിച്ചു. ഡെഫിനറ്റ്ലി ഒരു കമൻറ്റ് ലീവ് ചെയ്യുക. ഓക്കെ, ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ, ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം.